ഹായ് ഗൈസ്, എല്ലാവർക്കും ക്ലാരിറ്റി ടോക്സ് വിത്ത് സാബിറ്റിന്റെ ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ഒരു എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങൾക്ക് പകർന്നു നൽകാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് വാട്ട് ഈസ് മാട്രിക്സ്, ഹൗ ക്യാൻ വി റെസിസ്റ്റ് മാട്രിക്സ് എന്നതാണ്. മാട്രിക്സ് എന്നതിനെ പറ്റി നിങ്ങൾ അറിയുന്നതിന് മുൻപ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് തന്നെ സെൽഫായി ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ആർ യു ഇൻ റിയാലിറ്റി? നിങ്ങൾ റിയാലിറ്റിയിലാണോ? നിങ്ങൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ റിയാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ കണ്ണുകൊണ്ട് കണ്ടത്, എന്താണോ നിങ്ങളുടെ ചെവി കൊണ്ട് നിങ്ങൾ കേട്ടത്, എന്താണ് നിങ്ങളുടെ ചുണ്ടുകൾ കൊണ്ട് നിങ്ങൾ പറഞ്ഞത്, അതിനാണ് നമ്മൾ മാട്രിക്സ് എന്ന് പറയാം, അല്ല റിയാലിറ്റി എന്ന് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിലായാലും ഷോർട്സിൽ കാണാറുണ്ട് വേക്ക് അപ്പ് ടു റിയാലിറ്റി. അത് നമുക്ക് തരുന്ന ഒരു മെസ്സേജായി തിരിച്ചറിയാൻ നമുക്ക് ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാവണമെന്നില്ല. കാരണം എന്താണ്, ഈ റിയാലിറ്റിക്കെതിരായിട്ടുള്ള ഒരുപാടധികം വെബ്സൈറ്റുകളും ആപ്സ് ഇൻക്ലൂഡിങ് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇതൊക്കെ ഈ റിയാലിറ്റിക്ക് എതിരായിട്ടുള്ള പ്രോസസ്സിന് ഈക്വൽ ആയിട്ടുള്ള ആപ്പുകളും വെബ്സൈറ്റുകളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു റിയാലിറ്റിയിൽ നിന്ന് തുല്യമായ രീതിയിൽ പങ്കുവഹിക്കുന്ന ഒന്നാണ് മാട്രിക്സ് എന്ന് പറയുന്നത്. എന്ന് ഈ റിയാലിറ്റി ഓരോ മനുഷ്യരിൽ നിന്നും വിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ടോ അന്ന് ഈ ഒരു മാട്രിക്സ് എന്ന് പറഞ്ഞ സാധനം കൊടി പിടിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ആൻഡ്രൂ എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു മാട്രിക്സിനെ ഈ ലോകത്തിന്റെ മുൻപിലേക്ക് ഇട്ടുകൊടുത്തത്. പക്ഷെ അതിനൊക്കെ കാരണം ഈ ഒരു റിയാലിറ്റി എന്ന് പറയുന്ന ഒരു തിരിച്ചറിവ് നമ്മളിൽ ഇല്ലാതെ പോയത് എന്നതുകൊണ്ടാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ഷോപ്പിലോട്ട് പോയിട്ട് ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് നോക്കുകയാണ്. അപ്പോൾ വില കൊണ്ടോ അതിന്റെ ക്വാളിറ്റി ഇല്ലായ്മ കൊണ്ടോ ക്വാണ്ടിറ്റി ഇല്ലായ്മ കൊണ്ടോ നമ്മൾ ചിലപ്പോൾ അതിനെ നിഷേധിച്ചുകൊണ്ട് മറ്റൊരു കമ്പനി എടുത്തേക്കാം. അത് ഉന്നത ഒരു കമ്പനി ആവണമെന്നില്ല, ഒരു ചെറിയ കമ്പനി ആവാം. പക്ഷെ നിങ്ങൾ ആ നേരത്തെ ഉപേക്ഷിച്ച ആ കമ്പനിയും ഇപ്പൊ നിങ്ങൾ പുതുതായി സ്വീകരിക്കുന്ന ആ ഒരു കമ്പനിയും ചിലപ്പോൾ ഒരൊറ്റ കമ്പനി ആയിരിക്കും. അതായത് ലോകത്ത് നൂറുകണക്കിന് കമ്പനികൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പക്ഷെ ഈ എല്ലാ കമ്പനികളും, എത്രത്തോളം കമ്പനികൾ ഉണ്ടായിക്കോട്ടെ, അതെല്ലാം ഒരു സബ് ബ്രാൻഡാണ്. അതായത് ഇതിനെ എല്ലാത്തിനെയും പിടിച്ചു പറിക്കുന്ന, എല്ലാത്തിനും ഒരു അധീപനായ ഒരു ബ്രാൻഡ് ഇന്ന് ഈ ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിലോ തൊട്ടടുത്തും പിടിച്ചോടത്തൊക്കെ നമുക്ക് ഒരുപാട് കമ്പനി, പെപ്സി, കൊക്കോള, റെഡ് ബുള്, യൂണിവേഴ്സൽ, മാസ്, ഇതൊക്കെ ഇങ്ങനെ പല പല വിധത്തിലുള്ള കമ്പനികളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതൊക്കെ കൂടി ആ ഒരു പ്രോഫിറ്റ്, ആ ഒരു വ്യാപാരത്തിലെ ലാഭം കയറുന്നത് ഈ ഒരു 10 കോപ്പറേറ്റീവ് കമ്പനികളിൽ ഒരു കമ്പനിക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ കമ്പനിക്കായിരിക്കും എന്നതാണ്. അപ്പോൾ അങ്ങനെ ഈ ലോകത്തിനെ തന്നെ പിടിച്ചു നിർത്താൻ അവർ ഒരു ബ്രാൻഡിലൂടെ, ഒരു പ്രൊഡക്ഷനിലൂടെ അവർ ഈ ലോകത്തെ തന്നെ, ആ ലോകത്തിൽ നമ്മൾ പെടും, നിങ്ങൾ പെടും, ഞാൻ പെടും, ഈ ചുറ്റും ഈ ലോകത്തുള്ള 806.6 കോടി ജനങ്ങളും പെടും. ഇവരെല്ലാവരും ആ ഒരു ബ്രാൻഡിന്റെ കീഴിൽ ആ ഒരു നിയന്ത്രണത്തിലാണ് എന്നാണ് നമ്മൾ സത്യമായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. നമ്മളിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ഇലോൺ മസ്ക് ആണെങ്കിലും, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ അംബാനി ആണെങ്കിലും, കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ യൂസഫ് അലി ആണെങ്കിലും, ഇവരെല്ലാവരും തന്നെ ആ ഒരു ബ്രാൻഡിന്റെ കീഴിൽ പിടിച്ചുപെട്ടപ്പെട്ട ഒരു സാധനമാണ്. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കാനൊന്നും നമുക്കിന്ന് പറ്റില്ല. കാരണം എന്താണ്, നമ്മൾ ഇന്നാരും റിയാലിറ്റിയിലേക്ക് കണ്ണുതിരിഞ്ഞു നോക്കുന്നില്ല. അതായത് ഒരു ജോലിക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിലോ, ഒരു എംപ്ലോയി ആണെങ്കിലോ, സ്കൂളിലേക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥി ആണെങ്കിലോ, ഒരു ദിവസം ഉറക്കത്തിൽ എണീച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നത് നോക്കുന്നത് പോലും നമ്മുടെ ഇൻസ്റ്റഗ്രാം എടുത്തിട്ടോ, വാട്സപ്പ് എടുത്തിട്ടോ, ഫേസ്ബുക്ക് എടുത്തിട്ടോ, മറ്റുള്ളവർ എന്താണോ കഴിക്കുന്നത് അവരുടെ ശൈലി നമ്മൾ സ്വയം കട്ടെടുക്കുന്നത് പോലെ, പിടിച്ചെടുക്കുന്നത് പോലെ പിടിച്ചു പറിച്ചുകൊണ്ട് അവരുടെ ആ ശൈലി നമ്മളിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. അതായത് നമുക്ക് എന്താണോ ഇഷ്ടം അതല്ല, മറ്റുള്ളവരുടെ ഇഷ്ടം എന്താണോ അത് നമ്മളിലേക്ക് നമ്മൾ തന്നെ സ്വീകരിക്കുകയാണ്. ഒരു വിധത്തിലൂടെ അവർ നമ്മളിലേക്ക് അടിച്ചമർത്തപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് തിരിച്ചറിയുന്നില്ല, കാരണം നമ്മൾ റിയാലിറ്റിയിലല്ല. പക്ഷെ അവരുടെ ഇഷ്ടം നമ്മളിലേക്ക് അടിച്ചമർത്തപ്പെടുമ്പോഴും നമ്മൾ അത് സ്വീകരിക്കാൻ 100% നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. കാരണം എന്താ, നിങ്ങൾ റിയാലിറ്റിയിലല്ല, മാട്രിക്സിലാണ് എന്നതാണ്. അപ്പോൾ ഇതെല്ലാം മാട്രിക്സിന്റെ വളരെ വലിയ വളർച്ചയ്ക്കാണ് നമ്മൾ കാരണമാകുന്നത്. നിങ്ങൾ ഇപ്പോൾ ഒരു എംപ്ലോയി ആണെങ്കിൽ ഒരു ബൈക്ക് വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട് പ്രേമം തോന്നിയ ഒരു ബൈക്ക് കാണുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ചെവി കൊണ്ട് കേട്ട ഒരു ഫീച്ചേഴ്സ് ഉള്ള ഒരു ബൈക്ക് കാണുന്നില്ല. ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ മറ്റൊരാൾ ഏത് ടൈപ്പ് ബൈക്ക്, ഏത് ടൈപ്പ് സൂപ്പർ ബൈക്ക്, ഏത് മോഡൽ ബൈക്ക്, ഏത് കമ്പനി ബൈക്ക്, ഏത് രജിസ്ട്രേഷൻ ബൈക്ക്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് അവരിൽ നിന്നും ചോർത്തുന്നതിന് തുല്യമായ രീതിയിൽ നമ്മൾ ചോർത്തിയിട്ട് ആ ബൈക്ക് പോയി വാങ്ങിച്ച് അവർക്ക് തുല്യമായ രീതിയിൽ സൊസൈറ്റിയിൽ ഒരു ഭാവം പിടിച്ചുകൊണ്ട് നടക്കുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മാട്രിക്സിൽ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ റിയാലിറ്റിയിൽ നിന്നും വിട്ടുപോയിക്കൊണ്ട് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് തുല്യമായ രീതിയിൽ നിങ്ങളുടെ ജീവിതം ജീവിക്കുകയാണ്. അതായത്
നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ മരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഇവിടെ ജീവിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചുകൊണ്ട് ഈ ഒരു മാട്രിക്സിനെ വാനോളം ഉയർത്താനുള്ള അവസരങ്ങൾ അത് നിങ്ങളായിട്ട് തന്നെ ഈ ലോകത്തിന് ഒരുക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് മാട്രിക്സ്, എന്ത് കാരണമാണ് മാട്രിക്സ് ഉണ്ടാവുന്നത്, ഈ ലോകത്തിൽ ഉയരുന്നത് എന്നതുകൊണ്ടാണ്. പക്ഷേ ഈ ഒരു മാട്രിക്സ് എന്ന് പറയുന്ന സാധനം ഈ ലോകത്തിന് മുന്നിൽ വലിച്ചെറിഞ്ഞുകൊണ്ട് നമുക്ക് കണ്ണടച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു ടൈപ്പുള്ള ഒരു പ്രോസസ് അല്ല. അതിനെ നമുക്ക് എങ്ങനെയും ഇല്ലാതാക്കണം. അതിന് ഒറ്റയടിക്ക് ഇല്ലാതാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂച്ച കണ്ണടച്ച് പാൽ കുടിക്കുന്നത് പോലെ അങ്ങനെ പറ്റുന്ന കാര്യമല്ല. ഓരോരുത്തരും മാട്രിക്സിനെ റെസിസ്റ്റ് ചെയ്തതുകൊണ്ട്, പ്രതികരിച്ചുകൊണ്ടാണ് നമുക്ക് ഈ മാട്രിക്സിനെ ഇല്ലാതാക്കാൻ സാധിക്കുക. അപ്പോൾ അതായത് മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ടുള്ള ജീവിതം നമ്മൾ അവസാനിപ്പിക്കുക എന്നതാണ്. ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഡെയിലി റൊട്ടീൻ സൈക്കിൾ തന്നെ ഉണ്ടാവും. ആ സൈക്കിൾ നിങ്ങളുടെ തലച്ചോറിന്റെ ഉള്ള ലോജിക് ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും മറ്റുള്ളവരുടെ ഒരു പങ്ക് അതിൽ നിങ്ങൾ പിടിക്കാതിരിക്കുക. അങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മറ്റുള്ളവർ നമ്മുടെ തലച്ചോറിലേക്ക് ആണി അടിച്ചു വെക്കുന്ന ആ ഒരു ഇൻഫർമേഷനാണ് നമുക്ക് ദിവസവും വേണ്ടത്. നമ്മുടെ തലച്ചോറ് എന്ത് പറയുന്നുവോ, നമ്മുടെ ഇഷ്ടം എന്ത് പറയുന്നുവോ ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോവുക. നിങ്ങളുടെ കഴിവുകൾ എവിടെയാണോ, ആ മേഖലകൾ ഏതാണോ ആ മേഖലകൾ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ മുന്നേറുക. ആൽക്കെമിസ്റ്റിൽ പൗലോ കൊയ്ലോ പറയുന്നു, നിങ്ങളുടെ കഴിവുകൾ കണ്ടുപിടിക്കുക, നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുക, ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് കൂടെ ഉണ്ടാവും. അതായത് നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കൾ നിഷേധിച്ചാലും, അയൽവക്കക്കാരെ നിഷേധിച്ചാലും, മറ്റേത് റിലേറ്റീവ്സ് ബന്ധുക്കൾ നിഷേധിച്ചാലും, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെ പിന്തുടരാൻ വേണ്ടി, നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിക്കൊണ്ടും നിങ്ങളുടെ കഴിവുകൾക്കെതിരെയുള്ള ഒരു വാശി കൊണ്ടും അവർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു മാട്രിക്സിനെ നമുക്ക് പ്രതിരോധിച്ചുകൊണ്ട് വേക്കപ്പ് ടു റിയാലിറ്റിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുക. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ മെസ്സേജ് കൺവേർട്ട് ചെയ്യുന്നത് എന്റെ പ്രായക്കാരായിട്ടുള്ള ആൾക്കാർ തൊട്ടാണ്. ഏകദേശം 14-15 എബവ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ കഴിവുകൾ എന്തിനാണോ, അതായത് ചിലപ്പോൾ ട്രേഡ് ആവാം, ചിലപ്പോൾ ബിസിനസ് ആവാം, ചിലപ്പോൾ സ്പോർട്സ് ആവാം, ചിലപ്പോൾ ആർട്സ് ആവാം, ചിലപ്പോൾ മ്യൂസീഷ്യൻ ആവാം, ചിലപ്പോൾ ഡാൻസർ ആവാം. അവിടെ ഏത് മേഖലകളാണ് നിങ്ങളുടെ കഴിവുകൾ സജീവമായിട്ടുള്ളത് ആ കഴിവുകളിലേക്ക് നിങ്ങൾ മുന്നേറുക. അതിന് തടസ്സം വെക്കാനും അതിനെ നിഷേധിക്കാനും നിങ്ങളുടെ പാരന്റ്സ് ഉണ്ടാവും, ചിലപ്പോൾ ഫ്രണ്ട്സ് ഉണ്ടാവും, എസ്പെഷ്യലി സോഷ്യൽ മീഡിയകൾ ഉണ്ടാവും. പക്ഷെ അതിനൊന്നിനെ നമ്മൾ ഉൾക്കൊള്ളാതെ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടേതായ ഒരു പാത നമ്മൾ തന്നെ സൃഷ്ടിച്ചുകൊണ്ട് നമുക്കതിലൂടെ മുന്നേറി പോവുക. അങ്ങനെയാണ് എങ്കിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വേക്കപ്പ് ടു റിയാലിറ്റിയിലേക്ക് ആവാനും മാട്രിക്സിനെ റെസിസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് എല്ലാവർക്കും കൺവേർട്ടഡ് ആയിട്ടുണ്ടാവും എന്ന പ്രതീക്ഷയിൽ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.